ഒരു ക്യാരക്ടറിനെ താങ്കൾ കൺസീവ് ചെയ്തപ്പോൾ ആരായിരുന്നു റോൾ മോഡൽ? ഈ റോൾ മോഡൽ ചോദിക്കുമ്പോൾ ഹിന്ദിയിലെയും തമിഴിലെയും ഇംഗ്ലീഷിലേക്ക് ആൾക്കാരെ പറയുന്ന വിഡിത്തമാണ്. കാരണം പോലീസ് കഥകളിൽ പോലീസ് വേഷങ്ങൾ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ച രണ്ട് നടന്മാർ നമുക്കുണ്ട്, മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ സുരേഷ് ഗോപി. മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ഇവർ മൂന്നുപേരും ചെയ്ത പോലീസ് കഥാപാത്രങ്ങൾ തന്നെയാണ് ഞാനും ആരാധനപൂർവ്വം കണ്ടു നോക്കി നിൽക്കുന്നത്. പിന്നെ സാറ് പറഞ്ഞുള്ളൊരു വ്യത്യാസം, ഈ പോലീസ് കഥയിൽ നമ്മൾ കണ്ടു പരിചയിച്ച പോലെ വളരെ നീളം കൂടിയ, തുടക്കം കേട്ട് അവസാനമാകുമ്പോൾ തുടക്കം മറന്നു പോകുന്ന ഡയലോഗുകൾ പറയുന്ന ഒരു പോലീസ് കഥാപാത്രങ്ങളുള്ളൊരു പോലീസ് കഥയല്ല ഇത്. ഞാൻ പറഞ്ഞ പ്രതികരിക്കുന്ന പോലീസ് ഓഫീസറാണ്. ഒരുപാട് സംസാരമൊന്നുമില്ല, അടി കൊടുക്കണമെങ്കിൽ അടി കൊടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരുപക്ഷെ ഇന്ന് വരെ കണ്ട പോലീസ് കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ റൊമാൻസ് ഉണ്ട്. ഇത് ഉണ്ട്, സത്യമായിട്ടും ഉണ്ട്. പിന്നെ ഇതിലെ കേന്ദ്ര കഥാപാത്രം ഒരു പോലീസ് ഓഫീസർ ആണെങ്കിലും ഈ സിനിമയുടെ ഒരു വൺ ലൈൻ സിനോപ്സിസ് പറയുകയാണെങ്കിൽ ഇതൊരു പോലീസ് ആക്ഷൻ സ്റ്റോറി ആണെങ്കിലും പടം കണ്ടവർക്കറിയാം ഇതിൻ്റെ കഥയുടെ അടിസ്ഥാനം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് പുറത്താണ്. ഇതിൻ്റെ കഥയുടെ അടിസ്ഥാനം കുടുംബത്തിലാണ്. ഒരു അച്ഛൻ്റെയും മോൻ്റെയും റിലേഷൻഷിപ്പ്, അവിടേക്കാണ് കഥയുടെ അടിസ്ഥാനം. പിന്നെ കഥയിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങളും സംഭവങ്ങളും പോലീസുകാരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ചുറ്റിപ്പറ്റിയുള്ളതാണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് തന്നപ്പോൾ ഞാൻ കണ്ടുപഠിക്കാൻ അങ്ങനെ അനുകരിച്ചാൽ നമുക്ക് ആർക്കും ഇവിടെ സ്ഥാനമില്ല, അനുകരിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. വിനയൻ സാർ തന്നെയാണ് ഈ പടം എഴുതിയത്. ഇതിൻ്റെ തിരക്കഥാ സംഭാഷണം, സംവിധാനം വിനയൻ സാറാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു കഥാപാത്രം എഴുതുമ്പോൾ അതിനെപ്പറ്റി നല്ലൊരു ധാരണ സംവിധായകനുണ്ടാവും. പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഒരുപാടൊരു ഹോം വർക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടനും മമ്മൂക്കയും സുരേഷനും ചെയ്ത കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ വിനയൻ സാർ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഒരു കോച്ചിങ്ങും അത് തന്നെയായിരുന്നു. സാറിൻ്റെ സിനിമയുടെ സംഗീത മേഖല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ അതല്പം മെലോഡിയസ് ആയ ഗാനങ്ങളുമായി സിങ്ക്രണൈസ് ചെയ്ത് മുൻപോട്ട് പോകുന്ന രീതിയായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയോടുകൂടി, അല്ലെങ്കിൽ ഇതിന് മുൻപത്തെ വെള്ളി നക്ഷത്രം എന്ന സിനിമയോടുകൂടി വളരെ ഫാസ്റ്റ് നമ്പേഴ്സ് സംഗീത മേഖലയിൽ സാറിൻ്റെ സിനിമയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അല്ല, അതിന് രണ്ടുപേരോടുകൂടി ഒരു ചോദ്യമാണ്. സ്വാഭാവികമായി ഇപ്പോൾ ജയചന്ദ്രൻ ചേട്ടൻ കടന്നു വന്നപ്പോൾ അത് സ്വാഭാവികമായും ആ നമ്പേഴ്സ് ഫാസ്റ്റ് ആയതാണോ, അതോ ജയചന്ദ്രൻ ചേട്ടനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഫാസ്റ്റ് നമ്പേഴ്സിന് വേണ്ടി വിനയൻ സാർ ആരാഞ്ഞതാണോ? എന്താണ് സംഭവം? ജയൻ മെലഡിയുടെ ആരാധകനും മെലഡിയുടെ മന്നനുമാണ്, ഒരിക്കലും ഫാസ്റ്റ് സോങ്ങിൻ്റെ ആളല്ല. പക്ഷേ ജയനൊരു ഗുണമുണ്ട്. അത് ജയനെ ഏറ്റവും ഞാൻ ആരാധിക്കാനും ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം, ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ദൈവത്തെ പോലെ കാണുന്നവരാണ് സംഗീതജ്ഞരും പാട്ട് പാടുന്ന ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എനിക്ക് ഭയങ്കര ബഹുമാനം. അതൊരു ദൈവികമായ കഴിവാണ്. ഞാനൊക്കെ ഇങ്ങനെ പഠിച്ചു വന്ന കഴിവാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തുറന്നു പറയട്ടെ, സംഗീതത്തോട് എനിക്ക് ഭയങ്കര അന്ധമായ ആരാധനയാണ്. ജയനെ ഇഷ്ടപ്പെടുന്നത് ഞാനെപ്പോഴും മെലഡി തന്നെയാണ്. പക്ഷേ ജയൻ്റെ ഒരു ഗുണം, ഇപ്പോൾ എൻ്റെ വെള്ളി നക്ഷത്രം എന്ന സിനിമയിലാണ് പൈനാപ്പിൾ പെണ്ണ എന്നുള്ളൊരു ഫാസ്റ്റ് സോങ്ങിലൂടെ ഞങ്ങൾ കടന്നു വന്നത്. പക്ഷേ അതിനകത്ത് തന്നെ ചന്ദ്രമുഖിലെ എന്നുള്ള ഒരു അതിമനോഹരമായ മെലഡി സോങ് ജയചന്ദ്രൻ ചെയ്തിരുന്നു. ഇതിനകത്ത് എല്ലാം ഫാസ്റ്റിൻ്റെ ടൈപ്പുള്ള സോങ്ങുകളാണ്, ഒരു പാട്ട് ഒഴിച്ചിട്ട് ബാക്കിയല്ല. ജയചന്ദ്രനോട് ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട്, ഇത് യങ്സ്റ്റേഴ്സ്, 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 21 വയസ്സുള്ള അവിടെ കാമുകനുമായിട്ട് ഒറ്റയ്ക്ക് അടിച്ച് പൊളിച്ച്, വളരെ സ്മാർട്ടാണിവർ, ഇവർ ബീച്ചിൽ ആടിപ്പാടി നടക്കുകയാണ്. ജയൻ ബാക്കി കാര്യം നോക്കിക്കുമെന്നും പറഞ്ഞ് ഞാൻ പോയിട്ട് വൈകുന്നേരം വന്നാൽ എനിക്ക് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാൻ സാധിക്കും. അതാണ് ജയൻ. അതുകൊണ്ട് തന്നെയാണ് ജയനെ ഞാൻ വെച്ചത്. വെള്ളി നക്ഷത്രം എന്നുള്ള ഈ ഫിലിമിലെയും പാട്ടുകൾ നന്നാവാൻ കാരണം ഞാനല്ല. ഒരു ഗ്രേറ്റ് ഡയറക്ടറുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ വലിയ ഭാഗ്യം മാത്രമാണ്. വിനയൻ സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും വിനയൻ സാർ വളരെ ഇന്നൊവേറ്റീവായിട്ട് പുതിയ ടെക്നിക്സ് മ്യൂസിക്കിൽ കൊണ്ടുവരാൻ സമ്മതിക്കുന്ന ഒരാളാണ്, വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ വിനയൻ സാറിന് വേണ്ടി ഒരു ട്യൂണല്ല, ഒരു സിറ്റുവേഷന് 100 ട്യൂണും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഈ പാട്ടുകളുടെയൊക്കെ തന്നെ വിജയം അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അദ്ദേഹം ഒരു ഗ്രേറ്റ് ഡയറക്ടറാണ്, ഒരു ഗ്രേറ്റ് ക്യാപ്റ്റനാണ്. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാമെന്ന് ഒരു ഗ്രേറ്റ് ടീം മാനാണ്. അപ്പോൾ ആ രീതിയിൽ ഐ താങ്ക് ഹിം ആക്ച്വലി ഈ പാട്ടുകളുടെ വിജയത്തിന്.